Ladies and gentlemen, this is Adarsh and welcome to my comedy. മലയാളത്തിൽ നിന്ന് ഒരു ക്യാമ്പസ് എന്റർടൈനർ ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ഡെർബി, നമ്മുടെ ഗിരേട്ടൻ സാഗർ സൂര്യയുടെ പടം. സാഗർ സൂര്യ അല്ല മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. ഓസ്ലറിൽ മമ്മൂട്ടിയുടെ ചെറുപ്പം ചെയ്തൊരു പയ്യനില്ലേ, ആ പയ്യനാണ് മെയിൻ ലീഡ്. തീട്ടപ്പടം തീട്ടപ്പടം തീട്ടപ്പടം. ക്യാമ്പസ് എന്റർടൈനർ ആണ് ഇത്ര. ക്യാമ്പസിൽ ഈ ജാതി കോപ്രായങ്ങളാണ്. ക്യാമ്പസിൽ ഞങ്ങൾ വരും, ഞങ്ങള് കുറെ കോമാളികളായിട്ട് അടി ഉണ്ടാക്കും, കുറെ പെണ്ണുങ്ങളെ വായ നോക്കും. വന്താ സുട്ടാ പോണ റിപ്പീറ്റ്, വന്താ സുട്ടാ പോണ റിപ്പീറ്റ്. 2 മണിക്കൂർ ഇതാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ക്ലാസ്സിലൊന്നും കയറില്ല അത്ര. അതൊക്കെ നാണക്കേടല്ലേ. ഇതില് സീനിയേഴ്സ് ആയിട്ട് ഒരു 5 അലവലാദികളുണ്ട്. ലോകത്ത് ഒരു കോളേജിലും ഇജാതി നക്കികൾ സീനിയേഴ്സ് ആയിട്ട് ആർക്കും ഉണ്ടാവില്ല. അയ്യോ, വർത്താനം പറയണം കേട്ടാ കാലത്തെ ചെരുപ്പൂരി അടിക്കാൻ തോന്നും. അജാതി നക്കികൾ. ആൻഡ് ഇവന്മാര് അപ്പൊ നല്ല നല്ല ആൾക്കാരാണല്ലോ. ഇത് അതിലേറെ നക്കികൾ. ഒരു 5 പഞ്ചവർണ്ണ കോമാളികളും ഉണ്ട്, ഒരു 5 ഹാർപ്പിക് കോമാളികളുണ്ട്. ഇവരുടെ ഒരു ക്ലാഷ് ആണ്. ക്ലാഷ് പറഞ്ഞാൽ ക്ലാഷിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് തീട്ടപ്പടം. ഇതിലും മനോഹരമായിട്ടൊരു വാക്ക് ഈ സിനിമയെ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഒരു പടോടെ ഇത് കണ്ടു തീർക്കാൻ പറ്റുന്ന പാട് യൂഷ്വലി പരട്ടപ്പെട്ട തേങ്ങകളാന്ന് വെച്ചാൽ കിടന്ന് ഉറങ്ങാനെങ്കിലും പറ്റും. ഇത് ആ സമയത്ത് ഗോപി സുന്ദർ സൈഡിൽ കണ്ട ചവറും കോലും കമ്പിയൊക്കെ എടുത്തിട്ട് കത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറങ്ങാനും പറ്റില്ല. സോ ഇതില് സീനിയേഴ്സ് ആയിട്ടുള്ളവന്മാരും ഈ നായകന്റെ ഗ്രൂപ്പും തമ്മിൽ രാവിലെ വരും, അടി കൂടും. അപ്പൊ നായകന്റെ ഗ്രൂപ്പിന് അടി കിട്ടും. എന്നിട്ട് ഇവര് പിറ്റേ ദിവസം തിരിച്ചു വരും, നായകന്റെ ഗ്രൂപ്പ് മറ്റവരെ പിടിച്ച് തല്ലും. അതെന്താടേ, തലേ ദിവസം അടി കിട്ടുമ്പോ കാപ്പിയും ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് ഇപ്പൊ വരുമ്പോ എന്താ കാടിവെള്ളത്തിൽ ബൂസ്റ്റ് കലക്കി കുടിച്ച എനർജി ഒക്കെ വന്നിരിക്കുന്നു. വീണ്ടും പിറ്റേ ദിവസം ഒമാരത്ത് തല്ലും. ഇത് തന്നെയാണ് ഈ കംപ്ലീറ്റ് പടത്തിലുള്ളത്. ആൻഡ് ഇന്റർവെൽ ഒക്കെ കഴിഞ്ഞപ്പോ ആ നക്കിയ സീനിയേഴ്സ് കോളേജിൽ നിന്ന് പോയി. ഫൈനൽ ഇയർ ആണല്ലോ, പുഴുങ്ങി പുറത്താക്കി എല്ലാത്തിനും. പിന്നെ വരുന്നു സാഗർ സൂര്യയുടെ ഗ്യാങ്. സാഗർ സൂര്യയുടെ ഗ്യാങ്ങിന്റെ പെർഫോമൻസ് കാണുമ്പോൾ തമിഴില് ഫേസ് അതാണ് തോന്നിയത്. 5G - 2G = 3G. അത് അതിലേറെ കോമാളികൾ വരിക, ഇവന്മാരായിട്ട് അടി ഉണ്ടാക്കുക, അവര് ജയിക്കും. പിറ്റേ ദിവസം ഇവന്മാർ അവരെ പോയി തല്ലും, ഇവര് ജയിക്കും. ഇതൊക്കെ ഒരു പടം. ആൻഡ് ഇതൊക്കെ എടുത്തത് ആമസോൺ പ്രൈം. അൺസഹിക്കബിൾ. ആൻഡ് ഇതിൽ ഫസ്റ്റ് ഫ്രഷേഴ്സ് ഡേയുടെ അന്ന് ഒരു കൊച്ചിന്റെ വക ഒരു ഡാൻസ് ഉണ്ട്. ആ കോളേജിലത്തെ ഡാൻസ് ക്വീൻ, ഡാൻസ് മഷ്റൂം എന്നാണ് ഇത്ര അറിയപ്പെടുന്നത്. എന്നിട്ട് ഇത് കണ്ട് കൈയടിക്കാൻ കുറെ അലവലാദികൾ. ഇവരുടെ ഗ്യാങ്ങിന്റെ ഒരു പേരുണ്ട്, എന്താണ്, അവരാദീസ്നോ അലവലാദീസ്നോ, കറക്റ്റ് പേരാണ് എന്തായാലും. ഇത് ഡാൻസ് ആണ് വെച്ചപ്പോ ഡാൻസിന് എന്താ പറയണ്ടത്, ഫുട്ബോളിനോ? ഓ എന്റെ അമ്മ, 2 നായികമാരുണ്ട്. അൺസഹിക്കബിൾ പെർഫോമൻസ്. ഈ പയ്യനൊക്കെ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയിലൊക്കെ. ഇജാതി അപരാധത്തിലൊക്കെ കയറി അഭിനയിക്കും ആരെങ്കിലും. ആൻഡ് ഇതിലൊരു പ്രിൻസിപ്പാളായിട്ട് നമ്മുടെ മറ്റേ എന്താണ് അങ്ങേര് പേര്, CID മൂസയുടെ മറ്റേ ഡയറക്ടർ ഇല്ലേ, ജോണി ആന്റണി. അങ്ങേരാണ് ഇതില് പ്രിൻസിപ്പാളായിട്ട്. അണ്ണ പായസാണെങ്കിലും പട്ടി നക്കി കഴിഞ്ഞാൽ പോയി. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഇജാതി ഒരു സെപ്റ്റിക് ടാങ്കിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വന്ന് അഭിനയിക്കാൻ തോന്നി? കാശിന് അത്രയും ബുദ്ധിമുട്ടുണ്ടാ? ഡർബി ഇത്ര ഇത് ലോ ബഡ്ജറ്റ് പടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. എടേ അത് എന്തൊക്കെ ബഡ്ജറ്റ് പിടി. ഇതിൽ എന്താണ് കഥ അത് പറയും. രാവിലെ കുറെ തമ്മിത്തെല്ലാം പിന്നെ കഴപ്പ് മൂത്ത് നടക്കുന്ന കുറെ അലവലാദികളോ? ഒരു വൃത്തികെട്ട പടം. അടിക്കുന്ന മിസ്റ്റർ എക്സ് ഒക്കെ കണ്ടിട്ട് അതൊക്കെ വേട്ടാവളിയന്മാർ. ഇതാണ് യഥാർത്ഥ വേട്ടാവളിയന്മാര്. ഇന്നേ വരെ ഇത്രയും വേട്ടാവളിയന്മാരാ ഉള്ള ഒരു ക്യാമ്പസ് എന്റർടൈനർ ഇറങ്ങിയിട്ടേ ഇല്ല. ഇപ്പൊ മറ്റേ നമ്മുടെ ലുക്മാന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മറ്റേ ഡെല്ലുള്ളു ഡെല്ലുള്ളു എന്നൊക്കെ പാട്ടുണ്ടായിരുന്നു. അതേ അവരാ. അതുകൊണ്ട് എനിക്കിത് കണ്ടപ്പോ അത് ഭേദം തോന്നി. 10 പൈസക്ക് കൊള്ളാത്ത പടം. ഏതെങ്കിലും ഒരു സീന് അല്ലെങ്കിൽ ഒരാള് നന്നായി തോന്നില്ല, ഒറ്റ ഒന്നിനും തോന്നില്ല. ഇവന്മാർക്ക് എന്നാ അടി ഉണ്ടാക്കുമ്പോ ആ അടിയെങ്കിലും അത്യാവശ്യം കാണാൻ സുഖമുള്ള സാധനമാണോ? അതും ഇല്ല. ഏതൊക്കെ അലവലാദികളെ കിട്ടിയിട്ടുണ്ട്, കാശ് അങ്ങോട്ട് കൊടുത്ത് അഭിനയിച്ചാണ് തോന്നുന്നു. അല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റും, ഇങ്ങനത്തെ പടമൊക്കെ ഇറങ്ങിയ തിയേറ്ററിൽ തോർത്ത് വിരിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും ഫ്രീ ആയിട്ട് ആൾക്കാർക്ക്. എന്നാ പോലെ ആൾക്കാർ കാണില്ല. ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം വെച്ച് ഇതിന്റെ പ്രൊഡ്യൂസറുടെ തലയിലൊക്കെ എന്താണെന്ന് എനിക്കറിയാത്തത്. കുറച്ച് കോമൺ സെൻസ് ഉള്ള ആള് ഇതിൽ കൊണ്ടേ തല വെക്കില്ല.
ഐ എം റിയലി ഷുവർ അബൌട്ട് ഇറ്റ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഇങ്ങനത്തെ പരട്ടപ്പെട്ട തേങ്ങളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. സോ ഡർബി സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഞാൻ പറയാറുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്പെക്ടീവ്സ്. ഈ പടമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ നിലവാരം നിങ്ങൾ എന്നെ അനലൈസ് ചെയ്യേണ്ട നേരായി.